നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ധനാകർഷണം, അങ്ങനെ ഒരു ടൈറ്റിൽ കണ്ടാൽ തന്നെ പലരും അവിടെ ഒന്ന് സ്റ്റക്കാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം എന്ന് പറയണത്. പണം ഉണ്ടായി കഴിഞ്ഞാൽ തീർക്കാൻ പറ്റുന്ന കുറേ പ്രശ്നങ്ങൾ, പണം കൊണ്ട് മാത്രം തീർക്കാൻ പറ്റുന്ന കുറേ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അതില്ലാത്തത് കൊണ്ട് തന്നെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും കേട്ടോ. അത് ഒരുവിധം എല്ലാവർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ് ഈ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത്. ചെറുതു മുതലേ വലുത് വരെയുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ മാറ്റാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും സമ്പത്ത്, സൗകര്യങ്ങൾ, പണം ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ കഠിനാധ്വാനം ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നേരായ മാർഗത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സമ്പത്ത് മാത്രമേ നിലനിൽക്കുള്ളൂ. പ്രത്യക്ഷത്തിൽ നമുക്ക് സൗകര്യങ്ങളുണ്ട്, സന്തോഷമൊക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലും ആ കാലക്രമേണയായിരിക്കും നേരായ മാർഗത്തിലൂടെ അല്ല സമ്പാദിച്ചെങ്കിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരിക. ആ നേരായ മാർഗം ഉണ്ടല്ലോ, ആ സ്ട്രെയിറ്റ് ലൈൻ, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കണം പണം എപ്പോഴും സമ്പാദിക്കേണ്ടത്. അപ്പോൾ ആ വഴി കൂടെ തന്നെ ആയിരിക്കണം ഇത് വരേണ്ടത്. അങ്ങനെ തന്നെ ആയിരിക്കും ഭൂരിഭാഗം പേരും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ അധ്വാനത്തിലൂടെ നേടുന്ന പണം രണ്ട് തരത്തിലുണ്ട് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് നല്ല കഠിനാധ്വാനത്തിലൂടെ നേടിയിട്ട് ചിലപ്പോൾ പിന്നെ ഒന്നും അധ്വാനിക്കേണ്ടതായിട്ട് വരില്ല. കാരണം അതിൽ നിന്ന് തന്നെ ധാരാളമായിട്ട് പിന്നീട് ലഭിക്കുന്നുണ്ടായിരിക്കും. പിന്നെ കുറച്ച് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അവർക്ക് പണമൊക്കെ വരുന്ന പോലെ അതേപോലെ തന്നെ പോകുന്നുണ്ടായിരിക്കും. അതായത് കയ്യിൽ നിലനിൽക്കില്ല. ഇത് പൈസ വരുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷെ കയ്യിൽ നിലനിൽക്കുന്നില്ല. എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ അങ്ങനെ തട്ടിമുട്ടി നടന്നു പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ചിലർക്കാണെങ്കിലോ ജോലി ചെയ്താലും വേണ്ടത്ര പണം ലഭിക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പല ആവശ്യങ്ങളും, ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിരിക്കില്ല. അപ്പോൾ കടം മേടിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പണം എന്ന് പറയണത് നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നല്ല സഫലീകരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് നല്ല രീതിയിലുള്ള നല്ല മാർഗത്തിലൂടെയുള്ള ജീവിതമാണ് പറയുന്നത് കേട്ടോ. പണം ഉപയോഗിച്ചുകൊണ്ട് ദുഷിച്ച മാർഗത്തിലൂടെയും ജീവിക്കാനായിട്ട് സാധിക്കും. അതല്ല പറയണത്. നല്ല മാർഗത്തിലൂടെ ഇത് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുള്ള മാർഗത്തിലൂടെ ജീവിക്കാനായിട്ടും ഇതേപോലെ തന്നെ പണം അത്യാവശ്യമുള്ള ഒന്ന് തന്നെയാണ്. അതായത് നമുക്ക് നല്ല ജീവിതം നയിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകങ്ങളിൽ ഒന്ന് പണം തന്നെയാണ്. പണം കൊണ്ട് ലഭിക്കാത്ത നിരവധി വസ്തുക്കൾ ഉണ്ട് താനും. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കൈകളിലേക്ക് എത്തിയാൽ മാത്രമേ ഉപകാരമുള്ളൂ. അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ അത് തന്നെയാണ് പറയാനായിട്ട് പോകുന്നത്. ധനാകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് ഇങ്ങനെ ചെയ്തോളൂ, സമ്പത്ത് കുമിഞ്ഞു കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുമിഞ്ഞു കൂടുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ആ നേരായ മാർഗത്തിലൂടെ നമുക്ക് അർഹതയുള്ള പണം, അർഹതയുള്ളതും കിട്ടാത്തതായിട്ട് ഇരിക്കുന്ന ധാരാളം പേരുണ്ടായിരിക്കും. അപ്പോൾ അർഹതയുള്ള പണം എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കാം, അതിനുള്ള കുഞ്ഞു കുഞ്ഞു നുറുങ്ങു വിദ്യകൾ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അത് വിശ്വാസത്തോടു കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലം ലഭിക്കും. അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ധനാകർഷണത്തിനായിട്ട് സമ്പത്ത് അല്ലെങ്കിൽ പണം നമ്മുടെ കൈകളിലേക്ക് വരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം. കാരണം ശുക്രന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഒരുപാട് കുഞ്ഞുമക്കൾ ഇന്നലെ ആദ്യമായിട്ട് അവരുടെ സ്കൂൾ ജീവിതത്തിലേക്ക്, അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസാണ്. അതായത് ജനിക്കുന്നത് മുതലേ എപ്പോഴും മാതാപിതാക്കളെ കൂടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന കുട്ടികൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക്, അവരുടെ സ്കൂൾ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇനി വർഷങ്ങളോളം അവർ പഠിക്കേണ്ടതായിട്ടുള്ള ആ ഒരു ഫേസാണ് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ ആ ഒരു മാറ്റം എന്ന് പറയണത്
സന്തോഷമുള്ള കാര്യമാണെങ്കിലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു വിഷമമാണ്. എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടായിട്ടേ, ഇപ്പോൾ നഴ്സറി ക്ലാസ്സുകൾ അല്ലെങ്കിൽ അംഗൻവാടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ പോയിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണുണ്ടോ പെട്ടെന്ന് അവിടെ പോയിട്ട് അവരെ വിളിച്ചു കൊണ്ടുവരിക ചെയ്യാം. പക്ഷെ ഇനി അങ്ങനെയൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ വളർച്ചയുടെ ഒരു ഭാഗമായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അമ്മമാർക്ക്, അതായത് മാതാപിതാക്കൾക്ക്, അവർക്ക് ഗ്രാൻഡ് പാരൻസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും ഒരു സങ്കടം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ആദ്യമൊക്കെ ഉണ്ടായിരിക്കും. സ്കൂളിൽ കുട്ടികൾ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സങ്കടമാവുമോ, അവർക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അപ്പോൾ കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ആ ബുദ്ധിമുട്ട് അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കും. ആ ഒരു സങ്കടം, അങ്ങനെ സന്തോഷം ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ കേട്ടോ. ഇന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് അത് മനസ്സിലുണ്ടായിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഇന്നലെ ഓടക്കുഴൽ ഊതിക്കൊണ്ടായിരുന്നു കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. ആ 2 കുഞ്ഞി കൈകൾ കൊണ്ടും പൊന്നോടക്കുഴലിൽ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് വീണുഗാനം പൊഴിക്കുന്ന ഭാവത്തിലായിരുന്നു ഭഗവാന്റെ അലങ്കാരം. അപ്പോൾ ആ ഓടക്കുഴലിന് അതൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും അതൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. ഭഗവാന്റെ പുഞ്ചിരി, ഭഗവാന്റെ ആ ഒരു സുന്ദര സംഗീതം, ഇതിനൊക്കെ നമ്മുടെ സങ്കടങ്ങളെ മാറ്റാനായിട്ടുള്ള, നമുക്ക് എന്തെങ്കിലും സമാധാനക്കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ എല്ലാ സങ്കടങ്ങളുള്ളവരും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ മനസ്സിൽ അലട്ടുന്നവരാണെങ്കിലും ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഭഗവാന്റെ ആ ഓടക്കുഴലിന് അതൊന്നും കേട്ടോളൂ കേട്ടോ. കണ്ണടച്ചുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭഗവാന്റെ തിരുനടയ്ക്ക് മുന്നിലാണെന്ന് സങ്കല്പിക്കാം. അതാ ശ്രീലകത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ നിന്നിട്ട് ഓടക്കുഴൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ആ ഒരു സുന്ദര രൂപം, അതിൽ നിന്ന് മാത്രമാണ് പുറത്തേക്ക് പ്രകാശം വരുന്നതെന്ന് സങ്കല്പിക്കുക. ആ ഭഗവാന്റെ ഒരു രൂപത്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ മാത്രമല്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ആ സുന്ദരമായിട്ടുള്ള സംഗീതം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ എന്ന് സങ്കല്പിക്കാം. നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഉരുകി ഉരുകി ഇല്ലാതാകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കാം. ഭഗവാന്റെ ആ ഒരു രൂപം മാത്രം മനസ്സിൽ കൊണ്ടുവന്ന് നോക്കൂ, എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകുന്നതായിട്ട് കാണാം. ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒന്ന് റിഫ്രഷ് ആയതുപോലെ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പം എല്ലാവരും കണ്ണടച്ചുകൊണ്ട് ഓടക്കുഴലൂതി നിൽക്കുന്ന, മുരളീധരനായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിലെ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പം നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ആ ടോപ്പിക്കിലേക്ക് കിടക്കാട്ടോ. ധനാകർഷണത്തിനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണം അല്ലെങ്കിൽ സമ്പത്ത്, ഐശ്വര്യം, ഇതെല്ലാം മഹാലക്ഷ്മിയാണെന്നാണ് പറയുക. മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാലാണ് ഇതെല്ലാം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുള്ളൂ. മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പൂജാമുറിയിൽ ഫോട്ടോ വെച്ച് വിളക്ക് വെക്കുന്നവരുണ്ടായിരിക്കും, അതിൻ്റെ പൂജകളൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. പൂജകൾ ചെയ്യുമ്പോൾ മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഗുരുനാഥരുടെ അടുത്ത് നിന്ന് ഉപദേശമൊക്കെ ലഭിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇതൊന്നും അല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മളൊന്ന് സ്വന്തമാക്കി കഴിഞ്ഞാൽ, നല്ല രീതിയിൽ അതിനെ വിനിയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മി പ്രസാദിക്കും. അങ്ങനെയാണ് പറയാട്ടോ. അപ്പോൾ നമ്മൾ പണം എവിടെ സൂക്ഷിക്കാം? ഏറ്റവും ആദ്യത്തെ തലത്തിൽ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പേഴ്സ്. സ്ത്രീകളാണെങ്കിൽ ഒരു പേഴ്സ് ഉണ്ടായിരിക്കും, പുരുഷന്മാരാണെങ്കിൽ അവരുടെ വാലറ്റ് ഉണ്ടായിരിക്കും. അതായത് പണം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന എന്താണോ, ഇപ്പോൾ ബാഗാണോ, എവിടെയാണോ നമ്മൾ പണം സൂക്ഷിക്കുന്നത് അതെപ്പോഴും നല്ല വൃത്തിയായിട്ട് വേണം വെക്കാനായിട്ട്. ചെറിയൊരു പേഴ്സാണെങ്കിൽ അതിൽ വെറുതെ അനാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ തിരികെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നോട്ടുകളാണെന്ന് വിചാരിക്കാം. 500 നോട്ടോ 100 നോട്ടോ 200 നോട്ടോ അതൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ മടക്കി ചുളിച്ചൊന്നും വെക്കാതെ നല്ല നിവർത്തിയിട്ട് നല്ല വടിവായിട്ട് നീറ്റായിട്ട് അടക്കി ഒതുക്കി വെക്കാനായിട്ട് വേണം ശ്രമിക്കാനായിട്ട്. അതിപ്പോൾ ഒരു നോട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഒരുപാട് നോട്ടുകളാണ് ഉള്ളത്, എത്ര എണ്ണാണെങ്കിലും അതിങ്ങനെ ഓർഡറായിട്ട് ഭംഗിയായിട്ട് വേണം വെക്കാനായിട്ടെന്ന് പറയും. ഇനി ഇത് നോട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ. ഈ പേഴ്സിൽ ഒരിക്കലും 1 രൂപ പോലും വെക്കാതെ അതായത് ഒഴിവാക്കിയിട്ട് വെക്കരുതെന്നാണ് പറയുക. ഒന്നെങ്കിൽ ഒരു നാണയമെങ്കിലും വെക്കുക. അതിൽ നിന്ന് പണം ഒരിക്കലും മാറ്റരുത്, പൂർണ്ണമായിട്ടും മാറ്റരുത് എന്ന് പറയാറുണ്ട് കേട്ടോ. പണം ആവശ്യത്തിന് ഉപയോഗിക്കണം, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വിനിമയം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമ്പത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഭഗവാൻ നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം. നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചാലാണ് പിന്നെയും അത് ഉണ്ടാകുക. അല്ലെങ്കിൽ ആർക്കും ഒരു ഉപകാരം ഇല്ലാണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് എന്താ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണല്ലോ. തീർച്ചയായിട്ടും പണം നമ്മൾ ഉപയോഗിക്കണം, എന്നാലാണ് പിന്നീട് അത് ഉണ്ടാകുകയും ചെയ്യുള്ളൂ. പക്ഷെ പേഴ്സിൽ നിന്ന് ഒരിക്കലും 1 രൂപ പോലും ഇല്ലാതെ അത് ഒഴിച്ചു വെക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുക. അപ്പോൾ നോട്ട് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു നാണയമെങ്കിലും വെക്കുക.
പിന്നെ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്താണെന്നറിയോ? ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഈ ഏലക്ക, ഗ്രാമ്പൂ, അതേപോലെ തന്നെ വെറ്റില, പച്ചക്കർപ്പൂരം, അങ്ങനെയുള്ള സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ മഹാലക്ഷ്മിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്നാണ് പറയാം. അതായത് മഹാലക്ഷ്മി ഈ സുഗന്ധദ്രവ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പെർഫ്യൂംസ് പോലും പെടും കേട്ടോ. അതായത് നല്ല നമ്മൾ പെർഫ്യൂംസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുമല്ലോ, ഇതും ഇഷ്ടമാണ്. അതായത് നല്ല സുഗന്ധം മഹാലക്ഷ്മിക്ക് ഇഷ്ടമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ സുഗന്ധമുള്ള പൂക്കൾ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ ശരീരം, നമ്മുടെ വീടൊക്കെ വൃത്തിയായിട്ട് വെക്കണം എന്നുള്ളത്. മുഷിഞ്ഞ വസ്ത്രം ധരിക്കുക, അതേപോലെ തന്നെ കുളിക്കാതൊക്കെ ഇരിക്കുമ്പോൾ വിയർപ്പിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൂടെ ഇരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളവിടത്തേക്ക് ഒന്നും മഹാലക്ഷ്മി വരില്ല. നല്ല സുഗന്ധമുള്ളിടത്ത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറയും. അതാണ് സുഗന്ധദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്നവർ, പെർഫ്യൂംസ് ഒക്കെ വിൽക്കുന്നവർ, അവർ ധനികരായിരിക്കും, അവർക്ക് സമ്പത്തുണ്ടായിരിക്കും. നമുക്ക് ചിലപ്പോൾ തോന്നും ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കില്ല, നേരായ മാർഗത്തിലൂടെ വേണം കേട്ടോ അതും ചെയ്യാനായിട്ട്. അങ്ങനെയുള്ളവരൊക്കെ എപ്പോഴും ധനികരായിരിക്കും. കാരണം മഹാലക്ഷ്മിയുടെ ആ ഒരു സാന്നിധ്യം, ആ ഒരു മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ സുഗന്ധദ്രവ്യങ്ങളൊക്കെ മഹാലക്ഷ്മിക്ക് വളരെ ഇഷ്ടമാണെന്നാണ് പറയാം. അതുകൊണ്ട് തന്നെ ഒരു ഏലക്ക, ഒരു ഗ്രാമ്പൂ, ഇതൊക്കെ എടുത്തിട്ട് പച്ചക്കർപ്പൂരം, ഇത് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ പേഴ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് പറയാം. അതിപ്പോൾ ഒരു മഞ്ഞപ്പട്ടിൽ ചെറിയ ഒരു കുഞ്ഞു കിഴി പോലെയായിട്ട് ഉദ്ദേശിക്കുന്നത്, കുറേ എടുത്തിട്ട് പേഴ്സിൽ നിറച്ച് വെക്കുകയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കുഞ്ഞു മഞ്ഞപ്പട്ടിൽ പൊതി, അല്ലെങ്കിൽ ഒരു പച്ചപ്പട്ടാണ് കൂടുതൽ വിശേഷം. മഹാലക്ഷ്മിയുടെയൊക്കെ ഫോട്ടോ വെക്കുന്ന സമയത്ത് പച്ച സാരി എടുത്ത മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പച്ചപ്പട്ടിലൊക്കെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കും. മഹാലക്ഷ്മിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വസ്തുക്കളാണെന്നാണ് പറയണത്. ഇപ്പോൾ ഭഗവാന് ചന്ദനവും കളഭമൊക്കെ ഇഷ്ടമാണെന്നാണല്ലോ പറയുക. ഭഗവാന് പാൽപ്പായസം ഇഷ്ടമാണെന്നാണല്ലോ പറയുക. ഭഗവതിക്ക് കടും പായസമാണ് അവിടെ ഇഷ്ടം. അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമുക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നമുക്ക് ആ തരുന്നവരുടെ അടുത്ത് ഒരു സന്തോഷം ഉണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നമുക്കത് കിട്ടി, പക്ഷെ നമുക്ക് ആഗ്രഹിക്കുന്ന, നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ളതാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നും. അതേപോലെ തന്നെയുള്ള വ്യത്യാസങ്ങളാണ് കേട്ടോ ഓരോ ദേവീദേവന്മാർക്കും. അവർക്ക് ഇഷ്ടമുള്ള ഓരോന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മിക്ക് ഇഷ്ടമുള്ളതാണ് ഈ പറയുന്ന കൂട്ടത്തിലുള്ളതെല്ലാം. പ്രത്യേകിച്ച് സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം വളരെ ഇഷ്ടമാണെന്നാണ് പറയുക. അപ്പോൾ ഇതിലെ ചെറിയൊരു ഭാഗം നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബാഗിലോ ഒക്കെ സൂക്ഷിക്കുന്നത് മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താനായിട്ട്, അത് ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തുന്ന സമയത്തെ, നിലവിളക്ക് തന്നെ ഭഗവതിയുടെ പ്രതീകമാണ്. ഭഗവതിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് വിളക്ക് കൊളുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നെയ്യൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഒരു നുള്ളു കുങ്കുമം കൂടി ഇടുകയാണെങ്കിൽ അതും വലിയ ഇഷ്ടമാണ്. കുങ്കുമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. മഞ്ഞൾ, കുങ്കുമം. അപ്പോൾ ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നാരങ്ങ ഉപയോഗിച്ചിട്ട് വിളക്ക് കൊളുത്തൂലോ, അതിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലൊരു നുള്ളു കുങ്കുമം ഇട്ട് കഴിഞ്ഞാലൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും നമുക്കൊന്ന് ചെയ്തു നോക്കാം ശരിക്കും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയോ. ഇപ്പോൾ ഒരു ഗ്രാമ്പൂ, ഒരു ഏലക്ക അപ്പോൾ നമ്മൾ പേഴ്സിൽ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ധനം ഇങ്ങനെ കുമിഞ്ഞുകൂടുക, പേഴ്സ് ഇങ്ങനെ പണം നിറയുക, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആ അധ്വാനം ഉണ്ടല്ലോ, നേരായ മാർഗത്തിലൂടെ ലഭിക്കുന്ന പണം മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒരാൾ പണം കൊണ്ടുവന്ന് തരിക, നമ്മുടേതല്ലാത്തൊരു പണം നമ്മൾക്ക് കൊണ്ടുവന്ന് തരിക, അങ്ങനെ നമ്മൾ സമ്പന്നരാകുക, അതല്ല കേട്ടോ, അതൊരിക്കലും സംഭവിക്കില്ല. പക്ഷേ നമുക്ക് ലഭിക്കാനുള്ള കുറച്ച് പൈസകൾ ഉണ്ടായിരിക്കും. അത് ആ കൃത്യസമയത്ത് തന്നെ നമുക്ക് ലഭിച്ചാൽ മാത്രമല്ലേ നമുക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അത് വളരെ പെട്ടെന്ന് ലഭിക്കുന്നു. അതായത് പണം വരാനായിട്ട് നിൽക്കുന്ന തടസ്സങ്ങൾ ഉണ്ടാകുമല്ലോ, ആ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. അതാണ് പറയാം. അപ്പോൾ ആ തടസ്സങ്ങൾ ഒഴിവായാൽ തന്നെ നമുക്ക് കിട്ടാനുള്ള പണം പെട്ടെന്ന് വരും. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പണം ഇല്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ഒരിക്കലും വരില്ല. അതാണ് പറയണേ. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഒരാൾക്ക് വാടക കിട്ടാനുണ്ട്, അതായത് വാടകയുടെ പണം കിട്ടാനുണ്ട്. അപ്പോൾ അത് ആ കറക്റ്റ് സമയത്തിന് തന്നെ കിട്ടിയാലല്ലേ അയാൾക്ക് അത് ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ അത് കിട്ടാനായിട്ട് ആ ദിവസം അടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് കൃത്യമായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ വാടക കൊടുക്കാനൊരു പറയും 2 ദിവസം കഴിഞ്ഞിട്ട് തരാട്ടോ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാട്ടോ. അതങ്ങനെ നീണ്ടു പോകില്ല. ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് പണം വന്നു, അപ്പോൾ നമ്മുടെ കാര്യത്തിന് ഉപയോഗിക്കാനായി. അപ്പോൾ എന്തായി, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പണം ഇടപാടുകൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അതായത് പണം വരാനുള്ള തടസ്സങ്ങളുണ്ടല്ലോ,
അതൊക്കെ അവിടെ നിന്ന് മാറിക്കിട്ടും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക കേട്ടോ. അല്ലാതെ കുറേ പൈസ വന്നിട്ട് നമ്മുടെ വീട് ഇങ്ങനെ കുമിഞ്ഞു കൂടും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കും. അങ്ങനെയൊന്നുമല്ല അതിനെ സങ്കല്പിക്കേണ്ടത്. നേരായ മാർഗത്തിലൂടെ പണമാണോ അത് നമ്മുടെ കൈകളിലേക്ക് തീർച്ചയായിട്ടും എത്തിയിരിക്കും, തടസ്സങ്ങളൊന്നും കൂടാതെ എന്നാണ് പറയണത്. പിന്നെ ധനാകർഷണത്തിനായിട്ട് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഒന്നാണ് കുബേരന്റെ കുഞ്ഞു കുഞ്ഞു പ്രതിമകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്ഥാപിക്കും. വീട്ടിൽ വെക്കുന്നവരുണ്ട്, കച്ചവട സ്ഥാപനങ്ങളിൽ ബിസിനസ് നടക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ വെക്കുന്നവരുണ്ട് കേട്ടോ. അതും ഇതേ സങ്കല്പം തന്നെയാണ്. കുബേരനെ ധനത്തിന്റെ അധിപനായിട്ടാണ് പറയാം. ധനം നൽകിയത് മഹാദേവനാണ് കേട്ടോ. പക്ഷെ അത് അധിപനാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ മന്ത്രിമാരായി കഴിഞ്ഞാൽ അവരാണല്ലോ അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അവരായിരിക്കും. അതേപോലെ തന്നെ ധനം കുബേരന് നൽകിയിരിക്കുകയാണ് മഹാദേവൻ. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കുബേരനാണ്. അപ്പൊ കുബേരനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ധനാകർഷണം അല്ലെങ്കിൽ ധനം നമ്മളിലേക്ക് എത്തും എന്നുള്ള ഒരു സങ്കല്പം കൂടി ഉണ്ട് കേട്ടോ. അതേ സങ്കല്പത്തില് കുബേരനെ ആരാധിക്കുന്നവരുണ്ട്. വിളക്കൊന്നും വെക്കണ്ട കേട്ടോ, വിളക്ക് കത്തിച്ച് വെച്ച് ആരാധിക്കണം എന്നല്ല പറയുന്നത്. കുബേരന്റെ ആ കുഞ്ഞു കുഞ്ഞു പ്രതിമകള് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ധനവരവിന് തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പറയാം. ശരിക്കും പറഞ്ഞ കുബേരനെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ആരാധിക്കണം. അദ്ദേഹത്തെ നമസ്കരിച്ചത് കൊണ്ടൊന്നും ഒരു വിരോധവും ഇല്ല കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ രൂപം തന്നെ അറിയാം, വലിയ കുടവയറും വെച്ചിട്ട് ആ ഒരു രൂപത്തോട് കൂടിയിട്ട് കൈലാസത്തിലേക്ക് പോകും. മഹാദേവനെ വളരെയധികം ആരാധിച്ചിരുന്ന, അത്രയോ ഏറെ ഭക്തി ഉണ്ടായിരുന്ന ആളായിരുന്നു കുബേരൻ. അദ്ദേഹത്തിന് ഒരു കണ്ണും കൂടി ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അദ്ദേഹം പ്രദോഷമൊക്കെ നോറ്റു. ഇത്രയും അധികം അനുഗ്രഹം മഹാദേവൻ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അപ്പൊ ആ കുബേരനെ ആരാധിച്ചു കഴിഞ്ഞതുകൊണ്ട് ഒരു വിരോധവും ഇല്ല കേട്ടോ. ഒരു പോസിറ്റിവിറ്റിയാണ് ലഭിക്കുക കുബേരനൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ. കുബേരനെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ പോസിറ്റിവിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയോ? ആദ്യം കുബേരനെ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറയാം കേട്ടോ. ഒരു നാണയമൊക്കെ ചുവടെ വെച്ചിട്ടാണ് കുബേരനെ അതിന് മുകളിൽ വെക്കുക എന്നാണ് പറയുക. അതൊരു സങ്കല്പമാണ് കേട്ടോ. അതേപോലെ തന്നെ വടക്കോട്ട് തിരിഞ്ഞ് ഇരിക്കണം, അതായത് വടക്ക് ദിശയിലേക്ക് തിരിച്ചു വേണം കുബേരന്റെ ആ ഒരു കുഞ്ഞു പ്രതിമയൊക്കെ വെക്കാനായിട്ട്. അങ്ങനെയും കൂടെ പറയാറുണ്ട്. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും വടക്ക് ഭാഗത്ത് ആ ഓവിന്റെ സൈഡിലായിട്ട് കുബേരനുണ്ട്. അഷ്ടദിക്പാലകന്മാരിൽ ഒരാളാണ് കുബേരൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും കുബേരന്റെ സാന്നിധ്യമുണ്ട്. വടക്കോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുക. അപ്പൊ നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഇപ്പൊ ഒരാൾ കിഴക്കോട്ട് തല വെച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവരെണീക്കുമ്പോൾ വടക്കോട്ട്, വലതുവശം തിരിഞ്ഞെണീക്കുമ്പോൾ വടക്കോട്ട് നോക്കിയിട്ടാണല്ലോ എണീക്കുക. അപ്പൊ അവിടെ കുബേരനുണ്ട്. ധനത്തിന്റെ അധിപനായിട്ടുള്ള കുബേരനെയും കൂടെ കണ്ടുകൊണ്ടാണ് ആ ഒരു സങ്കല്പം കൂടെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ തെക്കോട്ട് തിരിഞ്ഞെണീക്കുമ്പോഴും നല്ലതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തെക്കോട്ട് തിരിഞ്ഞെണീക്കല്ലോ. തെക്കോട്ട് കിടക്കുന്ന സമയത്ത് എവിടേക്ക് തിരിഞ്ഞിട്ട് എണീക്കുക? കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് എണീക്കുക. ഏറ്റവും ഉത്തമം അതാണ്. കാരണം ഭഗവാൻ കിടക്കുന്നത് ആനന്ദശയനം കണ്ടു കഴിഞ്ഞാൽ അറിയുന്നുണ്ടായിരിക്കും. തെക്ക് ദിശയിലേക്ക് ഭഗവാന്റെ ശിരസ്സാണുള്ളത്. അപ്പൊ തിരിഞ്ഞെണീക്കുമ്പോൾ വലതുവശം തിരിഞ്ഞെണീക്കുമ്പോൾ കിഴക്കിലോട്ടാണ് വരിക. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണില്ല. ഞാൻ നമ്മുടെ വടക്കിന്റെ അധിപനായിട്ടുള്ള കുബേരനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ വടക്കോട്ട് നോക്കിയിട്ടാണ് കുബേരൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടക്ക് ദിശയിലേക്ക് വെക്കണം എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഒരു കച്ചവട സ്ഥാപനമാണെന്ന് വിചാരിക്കും, ഒരു ധനകാര്യ സ്ഥാപനമാണ്, അവിടേക്ക് ബിസിനസ് സ്ഥാപനമാണ്. തീർച്ചയായിട്ടും പണത്തിന്റെ ഒഴുക്ക് ആവശ്യമുള്ളൊരു സ്ഥലമാണ്. അപ്പൊ എന്താണ് അവിടേക്കുള്ള തടസ്സങ്ങൾ, അത് പണം വരാനായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. അവിടേക്ക് പണം വന്നാലല്ലേ അവരുടെ ബിസിനസ് നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. കുറേ പണം അനധികൃതമായിട്ട് സമ്പാദിക്കുന്ന കാര്യമല്ല കേട്ടോ പറയണത്. നേരായ മാർഗത്തിലൂടെ സമ്പാദിക്കുമ്പോൾ കൃത്യമായിട്ട് ആ പണം വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ ക്രയവിക്രയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമ്പത്ത് കൂടിക്കൊണ്ടിരിക്കും. അതാണ് അവിടുത്തെ സങ്കല്പം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റിവിറ്റി വരും. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെയുള്ള പോസിറ്റിവിറ്റി ഒക്കെ അവിടെ ലഭിക്കും. മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും, കുബേരന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റി അതൊരു സൈക്കോളജിയും കൂടിയാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് അധ്വാനിക്കാനുള്ള, നമുക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എനർജിയും കൂടെ സ്വാഭാവികമായിട്ട് ലഭിക്കും. അതാണ് അതിൻ്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു വശം കൂടെ കേട്ടോ. അപ്പോൾ ആ ഒരു എനർജി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അധ്വാനിക്കും. നമുക്കത് നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയിലൂടെ, നമുക്കത് ലഭിക്കും എന്നുള്ളൊരു ചിന്തയിൽ കൂടെ നമ്മൾ അധ്വാനിക്കും. അപ്പോൾ ക്രമേണ നമ്മൾ നന്നായി അധ്വാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യം നന്നാവുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം കൂടെ നമുക്ക് ലഭിക്കുമല്ലോ. എന്നാൽ ആ റിസൾട്ട് ലഭിക്കും. റിസൾട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് പണം വരും. പണം മാത്രമല്ല കേട്ടോ, ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ലഭിക്കും. അപ്പം അതിലൂടെയാണ് അത് വർക്ക് ചെയ്യുന്നതും കൂടിയിട്ട്. പിന്നെ വിശ്വാസമാണ്.
നമ്മൾ ഭഗവാനെ വിശ്വസിക്കുന്നവരാണ്, ഭഗവതിയെ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം ലഭിക്കും. അപ്പം അങ്ങനെയും ഇതിങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒന്ന് വെല്ലുവിളിയോട് കൂടിയിട്ടല്ല കേട്ടോ ചെയ്യേണ്ടത്, നമ്മൾ വിശ്വസിച്ചിട്ട് ചെയ്യാം. ഇതെല്ലാം മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളത് എടുക്കുന്നു, നമ്മൾ വിശ്വാസപൂർവ്വം നമ്മളത് പേഴ്സിലോ നമ്മുടെ ബാഗിലോ വെക്കുന്നു. അപ്പോൾ ഒരു പോസിറ്റിവിറ്റി നമുക്കുണ്ടാകണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെയുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അതൊരു വിശ്വാസമാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റും ഇല്ല. ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണെന്നും കൂടിയാണ് പറയണത്. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. അപ്പോൾ മുൻപ് ഇതുപോലെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരൊന്ന് ചെയ്തു നോക്കിക്കോളൂ കേട്ടോ. ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താനായിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊന്നും ആർക്കും ഉപദ്രവമില്ലാത്ത കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ ഉള്ള വസ്തുക്കൾ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.